ഹരി ഓം. നമ്മൾ എല്ലാവരും തന്നെ മർത്യരാണ്, അതായത് മരണമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടിസ്ഥാന വികാരം എന്ന് പറയുന്നത് മരണഭയമാണ്. ബാഹ്യമായി നിരീക്ഷിച്ചാൽ ഒരു പക്ഷേ നമുക്കിത് ഗ്രഹിക്കാൻ സാധിക്കണമെന്നില്ല. ബാഹ്യമായ നമ്മുടെ പ്രവൃത്തികളൊക്കെ നോക്കിയാൽ മറ്റു പല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്ന് തോന്നും. എന്നാൽ സൂക്ഷ്മമായി ഈ പ്രവൃത്തികളുടെയൊക്കെ പിന്നിലുള്ള പ്രചോദനത്തിൻ്റെ മൂലത്തിലേക്ക് നമ്മൾ ചെന്നാൽ അവിടെ സ്പന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മരണഭയം തന്നെയാണ്. ഞാൻ ഇല്ലാതെയാകും എന്നുള്ള ഭയം, ഞാൻ അനിത്യനാണ് എന്നുള്ള ഭയം. ആ ഭയത്തിൻ്റെ സ്പന്ദനമാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നത്. ആ ഭയത്തിൽ നിന്നും മോചനം നമ്മൾ സദാ കാംക്ഷിക്കുന്നു. കാരണം ആ ഭയം ഇല്ലാതെയായാൽ നമുക്ക് ശാന്തി ലഭിക്കും, പൂർണ്ണമായ ശാന്തി ലഭിക്കും. ആ ശാന്തി വേണമെന്ന വാഞ്ച നമ്മുടെ ഉള്ളിൽ സ്പന്ദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരണഭയവും അതിൽ നിന്നും രക്ഷ വേണമെന്നുള്ള ആഗ്രഹവും നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ സ്പന്ദനത്തിൻ്റെ സ്വാധീനമാണ് നമ്മുടെ എല്ലാ ചിന്തകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കുന്നത്. പക്ഷേ പുറമേക്ക് നോക്കുന്ന നമ്മൾ അത് പലപ്പോഴും ഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. അത് നേടിക്കഴിഞ്ഞാൽ സുഖം കിട്ടും എന്ന് കരുതി നമ്മൾ പ്രവർത്തിക്കുന്നു. ഒരല്പനേരത്തേക്ക് സുഖം കിട്ടുന്നു, വീണ്ടും അടുത്ത പ്രേരണയുണ്ടാകുന്നു. കാരണം അകത്ത് മൂലത്തിലുള്ള ഈ ഭയം ഇല്ലാതെയായിട്ടില്ല. അപ്പോൾ ജീവിതത്തെ ധന്യമാക്കണമെങ്കിൽ നമുക്ക് നിത്യമായ ശാന്തി ലഭിക്കണം. ആ ശാന്തി നേടണമെങ്കിൽ നമ്മൾ ഈ മൃത്യുഭയത്തെ ജയിക്കണം. അതിനെന്താണ് വഴി എന്നൊരു സാധാരണക്കാരൻ ചോദിച്ചാൽ അതിന് ഋഷി അവന് മറുപടി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഋഷിതുല്യരായ ഒരുപാട് പേര് അനുഗ്രഹിച്ചിട്ടുള്ള മണ്ണാണ് ഭാരതത്തിൻ്റെ. അവരുടെ ഒരുപാട് രചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പല പ്രകാരത്തിൽ ഈ മൃത്യുഭയത്തെ ജയിക്കാനുള്ള രഹസ്യം ഉപദേശിച്ചിട്ടുണ്ട്. രഹസ്യം എന്ന് പറയുമ്പോൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നർത്ഥത്തിലല്ല. ഇത് വളരെ സൂക്ഷ്മമായ വിഷയമാണ്, അതിസൂക്ഷ്മമായ വിഷയമാണ്. ഒരു സാധാരണക്കാരന് നേരിൽ നോക്കിയാൽ കാണാൻ പറ്റാത്ത സൂക്ഷ്മത ഇതിനുണ്ട്. അപ്പോൾ വളരെ പാടുപെട്ടുകൊണ്ട് സ്ഥൂലതയെ ഉപേക്ഷിച്ചുകൊണ്ട് അതിസൂക്ഷ്മതയെ ഉള്ളിൽ സിദ്ധിച്ചുകൊണ്ട് കണ്ടെത്തേണ്ടതാണ് ഇത്. അങ്ങനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് അതിൽ സഫലമാകുന്നവരെയാണ് നമ്മൾ ഋഷികൾ എന്ന് വിളിക്കുന്നത്. അവർക്ക് ലഭിക്കുന്ന ആ അനുഭവങ്ങളാണ് ദർശനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അവർ കണ്ടിട്ടുള്ള അവരുടെ ദർശനങ്ങളിൽ നിന്നാണ് മൃത്യുഭയത്തെ എങ്ങനെ ജയിക്കാം എന്നുള്ള വഴികൾ നമുക്ക് ലഭിക്കുന്നത്. പല പ്രകാരത്തിൽ ഇതിനുള്ള ഉപായങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിലെ ഒരു ഉപായമാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കാൻ പോകുന്നത്. ഈ ഉപായം നമുക്ക് ലഭിക്കുന്നത് പത്മപുരാണത്തിൽ നിന്നാണ്. പത്മപുരാണം എഴുതിയിട്ടുള്ളത് വേദവ്യാസരാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാക്ഷാത് വേദവ്യാസർക്ക് ലഭിച്ചിട്ടുള്ള ദർശനമാണ് ഇത് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ആ വ്യാസമഹർഷിയെ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് പകർന്നു നൽകുന്ന ഈ കാഴ്ചപ്പാടിനെ, ഈ വഴിയെ നമുക്കൊന്ന് ധ്യാനിക്കാം. പത്മപുരാണത്തിൽ പാലാഴി മഥന കഥ വരുന്ന ഭാഗത്താണ് ഈ രഹസ്യം നമുക്ക് ലഭിക്കുന്നത്. പാലാഴി മഥനം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ദേവന്മാരും അസുരന്മാരും കൂടി മന്ദരപർവ്വതത്തെ കടഞ്ഞ് പാലാഴിയിൽ നിന്നും പല വസ്തുക്കളും ലഭിച്ചു. അവർക്ക് അവസാനം അമൃതം ലഭിച്ചു എന്നുള്ളതാണ് കഥ. ഇവിടെ പത്മപുരാണത്തിൽ ഈ കഥ പറയുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ ഈ പാലാഴി മഥനം നടക്കുമ്പോൾ ആദ്യമായിട്ട് കാളകൂടം വരുന്ന സമയത്ത് സാധാരണ കഥയിൽ കേൾക്കുന്ന പോലെ തന്നെ മഹാദേവന്റെ അടുത്ത് പോയി പറയുന്നു. മഹാദേവൻ വന്ന് ആ കാളകൂടം പാനം ചെയ്യാൻ തയ്യാറാകുന്നു. അപ്പോൾ ആ കാളകൂടത്തെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് മഹാദേവൻ ഇവിടെ ചെയ്യുന്നത് നാരായണനെ ധ്യാനിക്കുകയാണ്. കണ്ണടച്ചുകൊണ്ട് തൻ്റെ അകത്ത് സ്ഫുരിക്കുന്ന ചൈതന്യമായ ആ മഹാനാരായണനെ മഹാദേവൻ ധ്യാനിക്കുന്നു. ധ്യാനിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു മഹാമന്ത്രം ജപിക്കുന്നു. ആ മഹാമന്ത്രം ജപിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് കരുത്ത് ലഭിക്കുകയും അദ്ദേഹം ആ വിഷത്തെ പാനം ചെയ്യുകയും അത് കണ്ഠത്തിൽ നീലിമ ഉണ്ടാക്കുകയും പക്ഷെ അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ഒരല്പം പോലും തപിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അത് ഈ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടാണ്, നാരായണന്റെ വൈഭവം കൊണ്ടാണെന്ന് പത്മപുരാണം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇത് വായിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരാൾക്ക് തോന്നും, മഹാദേവൻ ജപിച്ച ആ മഹാമന്ത്രം എന്താണ്? അതറിയണമെന്ന ജിജ്ഞാസയുണരും.
അപ്പോൾ ആ ജിജ്ഞാസയുണർത്തിക്കൊണ്ട് പത്മപുരാണം നമുക്ക് ആ മഹാമന്ത്രത്തെ ഉപദേശിച്ചു തരുന്നു. അതീവ രഹസ്യമായിട്ടുള്ളതാണ്, അതായത് അതീവ സൂക്ഷ്മമായിട്ടുള്ളതാണ്. അത് മഹാദേവൻ ദർശിച്ചു, അതുപോലെ വ്യാസനും ദർശിച്ചു. അവരത് നമുക്ക് വേണ്ടി പത്മപുരാണത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ ആ മഹാമന്ത്രത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള ശ്ലോകത്തെയാണ് നമ്മളിവിടെ ധ്യാനിക്കാൻ പോകുന്നത്. ആദ്യം ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. ഓം ശ്രീ ഗണേശായ നമഃ. അച്യുതാനന്ത ഗോവിന്ദ ഇതി നാമത്രയം ഹരേ യോ ജപേത് പ്രയതോ ഭക്ത്യാ പ്രണവാദ്യം നമോന്തകം തസ്യ മൃത്യുഭയം നാസ്തി വിഷരോഗാഗ്നിജം മഹത് നാമത്രയ മഹാമന്ത്രം ജപേദ്യഃ പ്രയതാത്മവാൻ കാലമൃത്യുഭയം ചാപി തസ്യ നാസ്തി കിമന്യതഃ. ഇതാണ് ശ്ലോകം. ഈ ശ്ലോകത്തിൽ ആ മഹാദേവൻ ജപിച്ചിട്ടുള്ള മഹാമന്ത്രം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് 3 നാമങ്ങളിൽ നിന്നും നിർമ്മിച്ചിട്ടുള്ള മഹാമന്ത്രമാണ്. നാമത്രയം, 3 നാമങ്ങളിൽ നിന്നാണ് ഈ മന്ത്രം നിർമ്മിച്ചിട്ടുള്ളത്. ആരുടെ നാമങ്ങളാണ് ഇത്? ഹരേ, ഹരിയുടെ നാമങ്ങളാണ്. എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്നവൻ. അപ്പോൾ മനസ്സിനെ ഹരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അത്രയും സൗന്ദര്യമുള്ളവൻ. ഭഗവാനെ നോക്കിയാൽ മനസ്സ് സ്വാഭാവികമായിട്ടും ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് ഒഴുകും, മറ്റെവിടേക്കും പോവുകയില്ല. മനസ്സിനെ അങ്ങനെ ആകർഷിച്ച് പിടിച്ചു നിർത്താനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന പേര് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഹരിക്കുന്നവനായതുകൊണ്ട് ഹരിയാണ് ഭഗവാൻ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നവൻ, ദുരിതങ്ങളെയും ഹരിക്കുന്നവൻ, അതെല്ലാം ഇല്ലാതെയാക്കുന്നവൻ, അതുകൊണ്ടും ഹരിയാണ്. നമ്മുടെ പാപങ്ങളെ ഹരിക്കുന്നവനാണ്, അതുകൊണ്ട് ഹരിയാണ്. ഇങ്ങനെ ലോകത്തിന് മംഗളം ചെയ്തുകൊണ്ട് സ്ഥിതികാരകനായിട്ടിരിക്കുന്ന, ലോകപാലകനായിട്ടിരിക്കുന്ന, ലോകത്തിൻ്റെ ഏകസത്തയായിരിക്കുന്ന നാരായണന്റെ പേരാണ് ഹരി. ആ ഹരിയുടെ നാമത്രയം 3 നാമങ്ങളിൽ നിന്നും നിർമ്മിച്ചിട്ടുള്ള മഹാമന്ത്രമാണ് ഇത്. അപ്പൊ ആ മഹാമന്ത്രത്തെ എങ്ങനെ ഉണ്ടാക്കി തരികയാണ് നമ്മുടെ മുമ്പിൽ തന്നെ, അപ്പോൾ തന്നെ മഹർഷി ഉണ്ടാക്കി തരികയാണ്. അപ്പൊ മന്ത്രം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ നമുക്ക് അതിനോടുള്ള ബഹുമാനം വളരെ കൂടുതലായിരിക്കും, വളരെ അടുപ്പം നമുക്ക് ആ മന്ത്രത്തോടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് പറയുന്നു ഹരിയുടെ 3 നാമങ്ങളിൽ നിന്നാണ് ഈ മഹാമന്ത്രം ഉണ്ടാക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ 3 നാമങ്ങൾ? അപ്പൊ ഇവിടെ പറയുന്നു അച്യുത, അനന്ത, ഗോവിന്ദ. ഈ 3 നാമങ്ങളിൽ നിന്നും, ഹരിയുടെ ഈ 3 നാമങ്ങളിൽ നിന്നും നമ്മൾ മഹാമന്ത്രത്തെ നിർമ്മിക്കുന്നു. അപ്പൊ 3 പേരുകൾ പറഞ്ഞു, അച്യുത, അനന്ത, ഗോവിന്ദ. നമുക്ക് ആദ്യം 3 പേരിന്റെയും അർത്ഥം ഒന്ന് ചെറുതായിട്ട് ധ്യാനിക്കാം. അച്യുത, ച്യുതി ഇല്ലാത്തവൻ അച്യുതൻ. ച്യുതി എന്ന് പറഞ്ഞാൽ പതനം, ഭ്രംശം, നാശം, ഇതൊന്നും ഇല്ലാത്തവൻ. അകാരം നെഗറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു, നെഗേറ്റ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ച്യുതി ഇല്ലാത്തവൻ അച്യുതൻ. അദ്ദേഹത്തിന് പതനമില്ല. അദ്ദേഹം വളരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും ഉയരത്തിൽ, എല്ലാത്തിനും ഉപരി ഉള്ളവനാണ്. അപ്പോൾ ഉയരത്തിലുള്ളവനായതുകൊണ്ട് അതിൽ നിന്നും താഴേക്കൊരു പതനം ഉണ്ടാകുമോ എന്ന് നമ്മൾ വിചാരിച്ചാൽ ഇവിടെ പറയുന്നു അദ്ദേഹത്തിന് പതനമില്ല. കാരണം അദ്ദേഹം സ്ഥിതനാണ്, സ്ഥിരനാണ്, ഇളക്കമില്ലാത്തവനാണ്, നാശമില്ലാത്തവനാണ്. ലോകത്തിൽ നമുക്ക് പതനം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല. എത്ര പാടുപെട്ട് നമ്മൾ എന്ത് നേടിയെടുത്താലും അത് കാലാകാലത്തേക്ക് ഉണ്ടാകുമെന്ന് ഒരുത്തനും പറയാൻ സാധിക്കില്ല. പല ഐശ്വര്യങ്ങളും വളരെ പാടുപെട്ടിട്ട് വർഷങ്ങളുടെ തപസ്സുകൊണ്ടായിരിക്കും നമ്മൾ നേടുക. ഒരു പക്ഷേ ഈ ജീവൻ നിലനിൽക്കുന്നത് വരെ അത് നിലനിർത്താൻ സാധിച്ചുവെന്നും വരും. പക്ഷേ ഈ ജീവൻ പോകേണ്ട ഒരു ഘട്ടമുണ്ട്. ആ സമയത്ത് അത് ഉപേക്ഷിച്ചേ പറ്റൂ. ഇത്രയും കാലം ഞാൻ കാത്തു സൂക്ഷിച്ചതാണ്, എനിക്ക് അടുത്ത ലോകത്തിലേക്കും ഇത് കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചാലും കൊണ്ടുപോകാൻ പറ്റില്ല. നിസ്സഹായതയോടുകൂടി അത് ഉപേക്ഷിച്ചു പോകണം. അപ്പൊ ഇവിടെ ശാശ്വതമായി ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒരു സ്ഥാനവും ശാശ്വതമല്ല. അതിന് ച്യുതി സംഭവിക്കും, ഭ്രംശം സംഭവിക്കും. അപ്പൊ വളരെ അധ്വാനിച്ചുകൊണ്ട് നമ്മളൊരു അധികാര സ്ഥാനത്തെത്തിയാൽ കാലാകാലം അവിടെ ഇരിക്കാമെന്ന് പറ്റില്ല. കുറച്ചു കാലം ഇരിക്കാം, അത് കഴിഞ്ഞാൽ
ഒന്നെങ്കിൽ കാലത്തിന്റെ സ്വാധീനം കൊണ്ട് അവിടെ നിന്നും വീഴണം, അല്ലെങ്കിൽ നമ്മുടെ പ്രയാണമാകുമ്പോൾ മരണം സംഭവിക്കുമ്പോഴും നമ്മൾ ആ സ്ഥാനത്തെ ഉപേക്ഷിക്കണം. അപ്പൊ ഇവിടെ ച്യുതിയുണ്ട്, ഭ്രംശമുണ്ട്, അതിൽ പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ഈ സംസാരത്തിൽ നിന്നും ഉപരിയായി നിൽക്കുന്നവൻ, അപ്പോൾ മുകളിൽ നിൽക്കുന്നവനാണ് അച്യുതൻ. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ പതനമില്ല, ഭ്രംശമില്ല. അപ്പോൾ അച്യുതനാണ് ഹരി. അപ്പൊ ഹരിയുടെ ആദ്യത്തെ നാമം അച്യുത. അത് കഴിഞ്ഞു പറയുന്നു അനന്ത. അന്തമില്ലാത്തവനാണ് അദ്ദേഹം. അന്തം എന്നാൽ അവസാനം. അകാരം അൻ എന്ന ശബ്ദം അതിനെ നിഷേധിക്കുന്നു. അപ്പൊ അൻ, അന്ത, അനന്ത, അന്തമില്ലാത്തവൻ. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, ജനിച്ചവർക്ക് മരണം ഉറപ്പാണ്, മരിച്ചവർക്ക് ജനനവും ഉറപ്പാണ്. അപ്പൊ ഇവിടെ ഭഗവാന് അന്തമില്ല എന്ന് പറഞ്ഞാൽ ഭഗവാന് തുടക്കവുമില്ല. ഭഗവാൻ ഉണ്ടായിട്ടില്ല. ഉണ്ടായ വസ്തുവിന് തുടക്കമുണ്ട്, തുടക്കമുള്ള വസ്തുവിന് എല്ലാം അന്തമുണ്ട്. അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പൊ ഭഗവാൻ അനന്തനാണെന്ന് പറഞ്ഞാൽ ഭഗവാന് തുടക്കമില്ല, ആരംഭമില്ല. ആരംഭം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉണ്ടായ വസ്തുവാണ്. ഭൂത ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത് അതിനെയാണ്. ഭവിച്ചതാണ് ഭൂതം. നമ്മളെല്ലാം ഭൂതങ്ങളാണ്. കാരണം നമ്മളൊക്കെ ഭവിച്ചതാണ്. നമുക്ക് വ്യക്തമായ തുടക്കമുണ്ട്, അതുകൊണ്ട് തന്നെ വ്യക്തമായ അവസാനവും നമുക്കുണ്ട്. ഭഗവാന് തുടക്കമില്ല, അതുകൊണ്ട് അവസാനമില്ല. കാരണം ഭഗവാൻ ഉണ്മയാണ്. ഇപ്പൊ ഞാനുണ്ട്, എനിക്ക് ചുറ്റും ഈ വീടുണ്ട്, ഇവിടെ ഒരു നാടുണ്ട്, ലോകമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ സാമാന്യമായിട്ട് ഉള്ള ഒന്നാണ് ഉണ്മ. ആ ഉണ്മയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഒരു വളയായിരുന്ന സ്വർണം ഉരുക്കി മാലയായി മാറി. അപ്പോൾ വളയുണ്ടായിരുന്നു, പിന്നെ വളയില്ലാതെയായി മാലയായി. പക്ഷെ വളയിലും മാലയിലും സ്വർണം എന്ന ഉണ്മയുണ്ട്, അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതേപോലെ ഈ പ്രപഞ്ചത്തിന് അസ്തിത്വം കൊടുക്കുന്ന ഉണ്മയാണ് ഹരി, നാരായണൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് തുടക്കമില്ല, അദ്ദേഹം ഉണ്ടായവനല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവസാനവുമില്ല, നിത്യവസ്തുവാണ്. അതുകൊണ്ട് അനന്തൻ. മൂന്നാമതായി വിളിക്കുന്നു ഗോവിന്ദൻ. ഈ പേരിന് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഗോ ശബ്ദത്തിന് പശു എന്ന സാമാന്യ അർത്ഥമുണ്ട്. അപ്പൊ പശുവിനെ പാലിക്കുന്നവനാണ് ഗോവിന്ദൻ. ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരം നടത്തി ഗോകുലത്തിലും വൃന്ദാവനത്തിലുമൊക്കെ ലീലയാടിയത് നമുക്കറിയാം. നന്ദഗോപരുടെയും യശോദയുടെയും വളർത്തുമകനായിട്ട് ഗോപന്മാരെയും ഗോപികമാരെയും എല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് പശുക്കളെ മേച്ച് നടന്നിട്ടുള്ള ആ ഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഗോവിന്ദനാണ്. അവിടെ ആ ഗോവർദ്ധന പർവ്വതം പൊക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് മാത്രമല്ല പശുക്കൾക്കും ഭഗവാൻ അഭയം കൊടുത്തത് കണ്ടപ്പോൾ ദേവലോകത്തുള്ള പശു, എല്ലാ പശുക്കളുടെയും മാതാവായ സുരഭി പശു, ആ പശു ഭൂമിയിലേക്ക് വന്ന് ഭഗവാനെ നമിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഭഗവാൻ ഒരു അഭിഷേകം നടത്തുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്ന പേരാണ് ഗോവിന്ദ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഗോവിന്ദനാണ്. കാരണം കൃഷ്ണനായി അവതരിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ഗോവിന്ദനാണ്. ഇനി പശു എന്ന ശബ്ദം കൊണ്ട് മൃഗപ്രായരായിട്ടുള്ള മനുഷ്യരെയും നമുക്ക് എടുക്കാം. നമ്മളൊക്കെ മൃഗതുല്യമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഉയർച്ച നമ്മളിൽ പലർക്കും സിദ്ധിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ഗോക്കളാണ്. അങ്ങനെ നോക്കിയാൽ നമ്മളെ എല്ലാവരെയും രക്ഷിക്കുന്നവനായതുകൊണ്ടും ഗോവിന്ദനാണ്. ഇനി ഗോ ശബ്ദത്തിന് ഭൂമി എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഭൂമിയെ പാലിക്കുന്നവനാണ് ഗോവിന്ദൻ. ഭൂമിയുടെ പതിയാണ് അദ്ദേഹം. ഗോ ശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്. അപ്പൊ ഇന്ദ്രിയങ്ങളെ പാലിക്കുന്നവനാണ്, ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്. അപ്പൊ നമ്മുടെ അകത്തുള്ള ചൈതന്യമാണെന്നുള്ള അർത്ഥം വന്നു. കാരണം അകത്തിരുന്നു കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ പാലിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നത് മനസ്സുള്ളത് കൊണ്ട്, മനസ്സ് ചലിക്കുന്നത് ബുദ്ധിയുള്ളത് കൊണ്ട്, ബുദ്ധി ശോഭിക്കുന്നത് അദ്ദേഹമുള്ളത് കൊണ്ട്. ആ അദ്ദേഹമാണ് നാരായണൻ, ഹരി, ഗോവിന്ദൻ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ രക്ഷകനാണ്. ഗോ ശബ്ദത്തിന് വേദം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ വേദത്തെ അറിയുന്നവൻ, ആ അറിവിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നവൻ ഗോവിന്ദൻ. വേദങ്ങൾ 4 എണ്ണമുണ്ട്. ഋക്ക്, യജുസ്, സാമം, അഥർവം. ഈ 4 വേദങ്ങളും ഉണ്ടായിട്ടുള്ളത് ദർശനങ്ങളായിട്ടാണ്. അതാരും രചിച്ചതല്ല, അപൗരുഷേയമാണെന്ന് പറയും. അതിനുള്ള കാരണം അത് രചിച്ചിട്ടുള്ള ഋഷിമാർക്ക് അത് ദർശനമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ്. മനുഷ്യരിൽ നിന്നാണ് അത് നമ്മുടെ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ മനുഷ്യർക്ക് അത് ലഭിച്ചിട്ടുള്ളത് അപൗരുഷേയമായ ഒരു സ്രോതസ്സിൽ നിന്നാണ്. ആ അപൗരുഷേയമായ സ്രോതസ്സാണ്
നാരായണൻ. അതുകൊണ്ട് അദ്ദേഹം ഗോവിന്ദനാണ്. ഇനി ഗോ ശബ്ദം വേദം എന്ന് പറയുമ്പോൾ എല്ലാ അറിവിനെയും എടുക്കാം. അപ്പൊ ഇന്ന് ഈ ലോകത്തിൽ നിലവിലുള്ള എല്ലാ അറിവുകളും, ഇനി മേലിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ അറിവുകളെയും നമുക്ക് പ്രദാനം ചെയ്യുന്നവൻ ഗോവിന്ദൻ. ഇന്ദ്രിയങ്ങളുടെ പതിയാണെന്ന് പറഞ്ഞു. അപ്പൊ അകത്താണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ ബോധം നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ് നമുക്ക് പലതും അറിയാൻ സാധിക്കുന്നത്. കണ്ണിന് കാണാനും, ചെവിക്ക് കേൾക്കാനും, മൂക്കിന് മണക്കാനും, നാക്കിന് രുചിക്കാനും, ത്വക്കിന് സ്പർശിക്കാനും സാധിക്കുന്നത് അദ്ദേഹം അകത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടും അദ്ദേഹം ഗോവിന്ദൻ, എല്ലാ അറിവുകളെയും പ്രദാനം ചെയ്യുന്നവൻ. നമ്മുടെ അറിവുകൾ ഈ 5 സ്രോതസ്സുകളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ അറിവുകളെയും പ്രദാനം ചെയ്യുന്നവൻ. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ 3 നാമങ്ങൾ പറഞ്ഞു. ഈ 3 നാമങ്ങൾക്കും നമുക്ക് 3 തലങ്ങളും കൽപ്പിക്കാം. സൂക്ഷ്മമായ വിചിന്തനം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ കൽപ്പിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിന് 3 തരത്തിലുള്ള ദുഃഖങ്ങൾ ബാധിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ താപത്രയങ്ങൾ എന്ന് പറയും. ഈ താപത്രയങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നുള്ളതാണ്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന താപങ്ങൾ, ദുഃഖങ്ങൾ. ആധിഭൗതികം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ഉണ്ടാകുന്ന താപങ്ങൾ, ദുഃഖങ്ങൾ. ആധിദൈവികം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള ശക്തികളുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന താപങ്ങൾ, ദുഃഖങ്ങൾ. ഈ 3 തരം ദുഃഖങ്ങളും മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ 3 ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്ന 3 ഭാവങ്ങളായിട്ട് ഈ 3 നാമങ്ങളെയും നമുക്ക് ഗ്രഹിക്കാം. അച്യുത എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവനാണ്, വീഴ്ചയില്ലാത്തവനാണ്. അപ്പൊ എല്ലാത്തിനും ഉപരി നിൽക്കുന്നവനാണ്, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നവനാണെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ട്, സൂക്ഷ്മ ശക്തികൾ. അതാണ് ദേവന്മാർ. ഈ ദേവശബ്ദം കൊണ്ട് ഇവിടെ മറ്റു പല ശക്തികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഗ്രഹങ്ങളും അങ്ങനെ പല സൂക്ഷ്മമായ ശക്തികളുമുണ്ട്. അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് അച്യുതൻ. അപ്പോൾ ആധിദൈവികമായിട്ടുള്ള സൂക്ഷ്മ ശക്തികളിൽ നിന്നും നമുക്കുണ്ടാകുന്ന താപങ്ങളെ അച്യുതൻ ഇല്ലാതെയാക്കും. അതിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും. പിന്നെയുള്ളത് ആധിഭൗതികമാണ്. നമുക്ക് ചുറ്റുമുള്ള ഭൂതങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അത് അനന്ത ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. കാരണം അനന്തം എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തത് എന്ന് പറഞ്ഞാൽ അത് ആകാശമാണ്. അപ്പൊ ആകാശ തത്വത്തിൽ നിന്നാണ് ബാക്കി 4 ഭൂതങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതായത് വായു, അഗ്നി, ജലം, ഭൂമി. ഇത് 4ഉം ആകാശത്തിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ആകാശ ശബ്ദം കൊണ്ട് പഞ്ചഭൂതങ്ങളെയും സൂചിപ്പിച്ചു. ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ബാക്കിയുള്ള എല്ലാ ഭൂതങ്ങളും. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ഭൂതങ്ങളിൽ നിന്നും, ജീവജാലങ്ങളിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളെ, താപങ്ങളെ അനന്തൻ ഇല്ലാതെയാക്കും. അതുകൊണ്ടാണ് 2ാമത്തെ നാമം. അപ്പൊ താപത്രയങ്ങളിൽ നിന്നും ആദ്യത്തെ താപത്തിൽ നിന്നും അച്യുതനും 2ാമത്തെ താപത്തിൽ നിന്നും അനന്തനും രക്ഷ നൽകും. 3ാമത്തെ താപം ആധ്യാത്മികമായ താപമാണ്. അത് ഗോവിന്ദൻ ഇല്ലാതെയാക്കും. കാരണം ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ രക്ഷിക്കുന്നവനാണ്. ഇപ്പൊ നമ്മുടെ അകത്തിരിക്കുന്നവനാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ചുകൊണ്ട് ഈശ്വരനായി നമുക്ക് അകത്ത് ശോഭിക്കുന്ന ആത്മചൈതന്യമാണ് ഗോവിന്ദൻ. അദ്ദേഹം നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന താപങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകും. അപ്പോൾ ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം എന്ന 3 താപങ്ങളിൽ നിന്നുമുള്ള മോചന ഈ 3 പേരുകളിൽ നിന്നും നമുക്ക് ലഭിക്കും എന്നിവിടെ അനുമാനിക്കാം. അതുകൊണ്ട് അച്യുത, അനന്ത, ഗോവിന്ദ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 3 നാമങ്ങളെ ആരുടെ നാമങ്ങളാണ്? ഹരിയുടെ നാമങ്ങളാണ്. ഈ നാമങ്ങളെ യോ പ്രയത ജപേത്, ആരാണോ പ്രയതനായിട്ടുള്ള ആരാണോ ജപിക്കുന്നത്. പ്രയത എന്ന് പറഞ്ഞാൽ വളരെയധികം ശുദ്ധിയുള്ളവൻ എന്നർത്ഥം വരും. ശുദ്ധി എന്നിവിടെ സൂചിപ്പിക്കുന്നത് മനസ്സിന്റെ ശാന്തിയെയാണ്. മനസ്സ് ശാന്തമായിരിക്കണം. അപ്പോൾ ഈ 3 പേരുകളെയും ഉപയോഗിച്ചുകൊണ്ട് മന്ത്രം നിർമ്മിക്കാൻ പോവുകയാണ് പുരാണം. അപ്പൊ ആ മന്ത്രം നിർമ്മിച്ച് അത് ജപിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാൻ പോവുകയാണ്. അതുകൊണ്ട് പറയുന്നു പ്രയത, അതായത് മനസ്സിന് നല്ല ശുദ്ധി ഉണ്ടാവണം, മനസ്സ് ശാന്തമായിരിക്കണം. നമ്മുടെ മനസ്സ് പല കാരണങ്ങളാൽ പ്രക്ഷുബ്ധമായിരിക്കും. അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ട് നമുക്ക് ഒരിക്കലും നന്നായി ജപിക്കാൻ പറ്റില്ല. ജപത്തിൽ ശ്രദ്ധ വരില്ല. ജപത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ശ്രദ്ധയാണ്. അപ്പൊ ആ ശ്രദ്ധ ഇല്ലാതെ ജപിച്ചാൽ നമുക്ക് ഫലം കിട്ടില്ല. നമ്മൾ ജപിക്കുമ്പോൾ ഫലത്തിന് വേണ്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് മനസ്സിനെ നമ്മൾ ശാന്തരാക്കണം. മനസ്സ് ശാന്തമായാൽ മതിയോ? പോരാ.
പ്രയത ശബ്ദത്തിന് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവൻ, അതായത് ഇന്ദ്രിയങ്ങളെ അടക്കി വെച്ചവൻ എന്നർത്ഥമുണ്ട്. അപ്പൊ മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ എല്ലാം നമ്മൾ അടക്കണം, ഒതുക്കണം. ഇന്ദ്രിയങ്ങൾ പല ദിക്കിലേക്കും പോകുന്നു. ആ സമയത്ത് നമ്മൾ ജപിച്ചാൽ നമുക്ക് ഫലം കിട്ടൂ? ഇല്ല. പല ആൾക്കാരും ഇങ്ങനെ ജപിക്കാറുണ്ട്, ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ജപിക്കും. അപ്പൊ മനസ്സ് ശുദ്ധമല്ല. ഓരോന്ന് കണ്ടുകൊണ്ട് ജപിക്കും, ചിലപ്പോൾ സീരിയലൊക്കെ കണ്ടിട്ടായിരിക്കും ജപിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കാര്യം നോക്കി ഇന്ദ്രിയങ്ങളിൽ നിന്നും ഒരു കാര്യം ഗ്രഹിച്ചുകൊണ്ട് ജപിച്ചാൽ ഒരിക്കലും ശ്രദ്ധ ഉണ്ടാവില്ല. ശ്രദ്ധയില്ലാതെ ജപിച്ചാൽ ഫലവും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സ് ശാന്തമായിരിക്കണം, ശുദ്ധമായിരിക്കണം, ഇന്ദ്രിയങ്ങൾക്ക് അടക്കമുണ്ടാവണം. പ്രയത ശബ്ദത്തിന് മൂന്നാമതൊരർത്ഥം കൂടിയുണ്ട്, നമ്രൻ. നമിച്ചുകൊണ്ട് വേണം ജപിക്കാൻ. നമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സമർപ്പിതനാവുക എന്നാണ്. തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വേണം ജപിക്കാൻ. അതായത് പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് ഉറക്കണം. ആ ശക്തിയെ ഞാൻ ആശ്രയിക്കുകയാണ്. അപ്പൊ ഞാൻ പൂർണ്ണമായി എന്നെ ആ ശക്തിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. ആ ശക്തിയുടെ പേരാണ് ഹരി. ആ ഹരിക്ക് 3 നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ ജപിച്ചുകൊണ്ട് ഞാൻ ആ ഭഗവാനിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ, അപ്പൊ എൻ്റെ ശ്രദ്ധയെ ഞാൻ അർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ നിൽക്കുന്നതാണ് നമ്രഭാവം. നമിച്ചുകൊണ്ട് നിൽക്കുക, കയ്യുകൂപ്പി നിൽക്കുക എന്ന് ബാഹ്യമായിട്ട് പറയാം, പക്ഷെ അകത്തുള്ള ഭാവത്തിനാണ് പ്രസക്തി. ഈ ഭാവം അകത്തുണ്ടാവണം. അപ്പോൾ മനസ്സ് ശാന്തമാക്കണം, ഇന്ദ്രിയങ്ങൾ അടക്കണം, നമുക്ക് നമനമുണ്ടാവണം, സമർപ്പണമുണ്ടാവണം. ഇങ്ങനത്തെ ഭാവത്തിൽ ഭക്തിയോടുകൂടി ഈ പറഞ്ഞ 3 ഭക്തി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കും. നമുക്ക് ഭക്തി ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, പ്രേമമാണ്. മനസ്സിന് ഒരു വസ്തുവിനോട് തോന്നുന്ന അട്രാക്ഷനാണ് പ്രേമം. ആ പ്രേമം ഭഗവാന്റെ നേർക്ക് തിരിഞ്ഞാൽ അത് ഭക്തിയായി. അവിടെ അത് ഏകാഗ്രമായിരിക്കണം. അതിന് 2 എന്ന ഭാവം ഉണ്ടാവാൻ പാടില്ല. കുറച്ചു നേരം ഭഗവാനെ, പിന്നെ വേറൊന്ന്, പിന്നെ വേറൊന്ന്, അങ്ങനെ പോകാതെ അത് ഏകാഗ്രമായി ഭഗവാനിലേക്ക് പോയാൽ അത് പരമഭക്തിയായി. അങ്ങനെയുള്ള ഭക്തി നമുക്ക് സിദ്ധിക്കണം. ആ ഭക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ മഹിമ അറിഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനിരിക്കുന്നത് തന്നെ ഭക്തിയെ പോഷിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഭഗവാന്റെ മഹിമ ശ്രവിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചെവിയിലൂടെ പ്രവേശിക്കും. ഹൃദയത്തിൽ അത് ഒരു ഭാവത്തെ ഉണർത്തും. ആ ഭാവസ്പന്ദനമാണ് ഭക്തി. ആ ഭക്തി ഉണർന്നാൽ നമ്മുടെ ഹൃദയം ഭഗവാനിലേക്ക് ഒഴുകും. അങ്ങനെ ഭഗവാനോട് നമുക്ക് സംഘമുണ്ടാവും. ക്രമേണ നമ്മൾ ഭഗവാനോട് അടുത്തടുത്തടുത്ത് ഭഗവാനിൽ ലയിച്ചു. ആ ഒരു ഭാവം നമുക്ക് സിദ്ധിക്കും. അതാണ് മോക്ഷം, മുക്തി. അവിടെ അഭേദമായി ഞാനെന്നും ഈശ്വരൻ എന്നുമുള്ള ഭേദമില്ലാതെയായി ഏകമേവാദ്വിതീയം എന്ന തലമായി. അപ്പോൾ ഭക്തി ഉണ്ടാവണം. നമ്മൾ ഭഗവാന്റെ കഥകളും സ്തോത്രങ്ങളും അദ്ദേഹത്തിന്റെ മഹിമകളും ഒക്കെ ശ്രവിക്കുന്നത് ഭക്തി ഉണ്ടാക്കാനാണ്. അപ്പൊ ആദ്യം നമ്മൾ ഭക്തി ഉണ്ടാക്കി, ആ ഭക്തി സിദ്ധിച്ചു കഴിഞ്ഞാൽ പ്രയത എന്ന ഭാവത്തിൽ, അതായത് മനസ്സ് ശാന്തമാക്കി ഇന്ദ്രിയങ്ങളെ അടക്കി നമിച്ചുകൊണ്ട് യഹ ജപേത്, ആര് ജപിക്കുന്നുവോ. എങ്ങനെയാണ് ജപിക്കേണ്ടത്? പ്രണവാദ്യം, ആദ്യത്തിൽ പ്രണവത്തെ ചേർക്കണം. 3 നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ എങ്ങനെ മന്ത്രമാക്കണം എന്നാണ് പറയുന്നത്. ആ നാമങ്ങൾക്ക് മുമ്പിൽ ആദ്യം പ്രണവം ചേർക്കണം. പ്രണവം എന്ന് പറഞ്ഞാൽ ഓം. ഓം എന്ന ശബ്ദം ആദ്യം ഉച്ചരിക്കണം. ഓം എന്ന ശബ്ദത്തിന് 4 ഭാഗങ്ങൾ ഉണ്ടെന്ന് പറയും. അകാരം, ഉകാരം, മകാരം, അത് കഴിഞ്ഞാൽ നിശബ്ദത. അകാരം സൃഷ്ടിയെ സൂചിപ്പിക്കുന്നു, ഉകാരം സ്ഥിതിയെ സൂചിപ്പിക്കുന്നു, മകാരം ലയത്തെ, സംഹാരത്തെ സൂചിപ്പിക്കുന്നു. ഇത് 3നും ആധാരമായി നിൽക്കുന്ന പരബ്രഹ്മം നിശബ്ദതയാണ്. അത് 4ാമതായിട്ട് വരുന്നത് കൊണ്ട് അതിനെ സംസ്കൃതത്തിൽ തുരീയം എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ 4 പാദങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഓം. ഓം വളരെ പരിശുദ്ധമായ ഒരു ശബ്ദമാണ്. വേദത്തിന്റെ മുഴുവൻ സാരമാണ് ഓം. കാരണം ഈ ഓം എന്നത് ധ്യാനിച്ചാൽ തന്നെ നമുക്ക് പരമമായ പദപ്രാപ്തി ഉണ്ടാവും. അത് പക്ഷെ എല്ലാവർക്കും സാധിക്കാത്തത് കൊണ്ട് ആ ഓംകാരത്തെ വിസ്തരിച്ചതാണ് വേദങ്ങൾ. അപ്പൊ വേദങ്ങളുടെ സാരമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത് ഈ ഓംകാരത്തിന്റെ സാരം തന്നെയാണ്. അതുകൊണ്ട് ഓംകാരം വേദസാരമാണെന്ന് പറയും. വളരെ ശക്തിയുള്ള ബീജമന്ത്രമാണത്. ജപിക്കുന്നവനെ പരിശുദ്ധമാക്കുന്ന മന്ത്രമാണ്.
ആ ജപിക്കുന്ന അന്തരീക്ഷത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന മന്ത്രമാണ്, രക്ഷയെ നൽകുന്ന മന്ത്രമാണ്. അതുകൊണ്ട് ഏതൊരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് പൊതുവെ ഓം എന്ന് ഉച്ചരിക്കാറുണ്ട്. അപ്പോൾ നാമത്തെ മന്ത്രമാക്കാനായിട്ട് ആദ്യം നാമം ചൊല്ലുന്നതിന് മുമ്പ് ഓം എന്ന് ഉച്ചരിക്കണം. അപ്പൊ 3 നാമങ്ങളോടും ആദ്യത്തിൽ ഓം എന്ന് ചേർക്കണം. അതാണ് പ്രണവാദ്യം. എന്നിട്ട് നാമം ഉച്ചരിച്ച് നാമത്തിന്റെ അവസാനത്തിൽ നമോ അന്തകം, അവസാനത്തിൽ അന്തകത്തിൽ നമഃ എന്ന് ഉച്ചരിക്കണം. നമഃ എന്ന് പറഞ്ഞാൽ നമിക്കുക, സമർപ്പണമാണ്. നമ്മുടെ ഉള്ളിൽ ഈ ഭാവം ഉണ്ടാവണം. ഭക്തിയോടുകൂടിയാണ്, പ്രയതാത്മാവായിട്ടാണ് നമ്മൾ ജപിക്കുന്നത്. അങ്ങനെ ജപിക്കുന്ന സമയത്ത് നമുക്ക് ഈ സമർപ്പണ ഭാവം ഉണ്ടാവണം. ഓരോ നാമം ജപിക്കുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ തന്നെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണെന്നുള്ള ഭാവമാണ് നമഃ ശബ്ദം സൂചിപ്പിക്കുന്നത്. ആ ഭാവത്തോടു കൂടി നമഃ ഉച്ചരിക്കണം അവസാനത്തിൽ. അപ്പൊ നമ്മുടെ മനസ്സിങ്ങനെ ഭഗവാനിലേക്ക്, ഇപ്പൊ നമ്മുടെ അകത്ത് തന്നെയുള്ള ചൈതന്യമായതുകൊണ്ട് ആ ഭഗവാനിലേക്ക് അതിങ്ങനെ ഒഴുകി ഭഗവാനിൽ ലയിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തുടക്കത്തിൽ ഓംകാരം ചേർത്തും അവസാനത്തിൽ നമഃ എന്ന ശബ്ദം ചേർത്തിട്ടും ഈ 3 നാമങ്ങളെ ഉച്ചരിക്കണം. അങ്ങനെ അതിനെ മന്ത്രങ്ങളാക്കി മാറ്റണം. അപ്പോൾ നമഃ എന്ന ശബ്ദം ചേർക്കുമ്പോൾ നാമങ്ങൾക്ക് ചതുർത്ഥി വിഭക്തി വരും. അപ്പോൾ അച്യുത എന്ന ശബ്ദം അച്യുതായ എന്നാകും, അനന്ത എന്ന ശബ്ദം അനന്തായ എന്നാകും, ഗോവിന്ദ എന്ന ശബ്ദം ഗോവിന്ദായ എന്നാകും. അതാണ് നമുക്ക് 3 മന്ത്രങ്ങളായിട്ട് ലഭിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് 3 മന്ത്രങ്ങൾ ഉണ്ടാവുക? ഓം ചേർക്കണം തുടക്കത്തിൽ, നമഃ ചേർക്കണം അവസാനത്തിൽ, നാമത്തെ ചതുർത്ഥിയാക്കണം. അപ്പോ ഓം അച്യുതായ നമഃ, ഓം അനന്തായ നമഃ, ഓം ഗോവിന്ദായ നമഃ. ഈ 3 മന്ത്രങ്ങളെയാണ് മഹാമന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് മഹാദേവൻ ജപിച്ചത്. ഇനി ഈ മന്ത്രത്തിന്റെ മഹിമ പറയുകയാണ്. തസ്യ, ആരാണോ ഈ 3 മന്ത്രങ്ങളെ ഇപ്രകാരം ജപിക്കുന്നത് അവന് മൃത്യുഭയം നാസ്തി, മൃത്യുവിൽ നിന്നുമുള്ള ഭയം ഒരിക്കലും ഉണ്ടാവുകയില്ല. എങ്ങനെയുള്ള മൃത്യുഭയമാണ്? വിഷ രോഗ അഗ്നിജം മഹത്, മഹത്തായിട്ടുള്ള ഭയമാണ് മൃത്യുഭയം. കാരണം നമ്മുടെ എല്ലാ ഭയത്തിൻ്റെയും മൂലത്തിലുള്ളത് മൃത്യുഭയം തന്നെയാണ്. അതുകൊണ്ട് മഹത്തായിട്ടുള്ള ഭയമാണ്. അത് 3 പ്രകാരത്തിലാണ് ജനിക്കുന്നതെന്ന് ഇവിടെ പറയുന്നു. വിഷത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, അഗ്നിയിൽ നിന്നും. നമ്മെ ഈ ലോകത്തിൽ മരണത്തിലേക്ക് നയിക്കുന്ന 3 കാരണങ്ങളെ എടുത്തു പറയുന്നു. ഈ 3 കാരണങ്ങളിൽ നിന്നും മാത്രമാണോ ഈ മന്ത്രം രക്ഷ നൽകുന്നത്? അല്ല. ഈ 3 കാരണങ്ങളും ഉദാഹരണമാണ്. എന്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? അകാല മൃത്യുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവനൊരു കാലം അനുവദിച്ചിട്ടുണ്ട്. അത്രയും കാലം അവൻ ഇവിടെ ഇരുന്നാൽ അവന്റെ വാസനകൾ മുഴുവൻ പൂർണ്ണമാകും. പക്ഷെ അതിനിടയിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവന് മരണം സംഭവിച്ചാൽ അത് അകാരണ മൃത്യുവാകും. അപ്പൊ അതിന് കാരണക്കാരായ 3 കാര്യങ്ങളെ എടുത്തു പറയുന്നു. ഒന്ന് വിഷം, നമ്മുടെ ദേഹത്തിന് അപഥ്യമായിട്ടുള്ളത്. അത് അകത്ത് ചെന്നാൽ ഇതിന്റെ താളം മുഴുവൻ തെറ്റിച്ച് നമുക്ക് മരണത്തെ നൽകും. രണ്ടാമത്തത് രോഗം, ശരീരത്തിന്റെ തുലന തെറ്റുന്നത് കൊണ്ടും സൂക്ഷ്മജീവികളുടെ സ്വാധീനം കൊണ്ടും ഒക്കെ നമുക്ക് രോഗമുണ്ടാവാം. ആ രോഗവും നമുക്ക് മരണത്തെ നൽകാം. മൂന്നാമത്തത് അഗ്നിജം, അഗ്നിയിൽ നിന്നും നമുക്ക് മരണം ഉണ്ടാവാം. അഗ്നി എന്ന ശബ്ദത്തിൽ നിന്നും നമുക്ക് പഞ്ചഭൂതങ്ങളെയും എടുക്കാം. ഇപ്പൊ ജലത്തിൽ നിന്നുമുള്ള മരണം നമുക്ക് അവിടെ സൂചിപ്പിക്കാം, വായുവിൽ നിന്നുള്ള മരണം സൂചിപ്പിക്കാം. അപ്പൊ അങ്ങനെ എല്ലാ ഭൂതങ്ങളിൽ നിന്നുമുള്ള മരണം അഗ്നി ശബ്ദത്തിൽ നിന്നും സൂചിപ്പിച്ചു. അപ്പൊ വിഷ ശബ്ദത്തിന് തന്നെ വെള്ളം എന്ന അർത്ഥമുണ്ട്. അപ്പൊ വിഷത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് അവിടെയും എടുക്കാം. അപ്പൊ ഇങ്ങനെ അകാല മൃത്യുവിന് കാരണമായിട്ടുള്ള പല വസ്തുക്കളുമുണ്ട്. അതിൽ 3 എണ്ണത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് അകാല മൃത്യുവിനെ പൂർണ്ണമായിട്ടും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അകാല മൃത്യുവിൽ നിന്നുമുള്ള ഭയത്തെ ഈ മന്ത്രം ജപിച്ചാൽ ഇല്ലാതെയാക്കാം. അത് ഉറപ്പായിട്ടും പറയാം. അകാല മൃത്യുവിൽ നിന്നും മാത്രമാണോ നമുക്ക് രക്ഷ ലഭിക്കുന്നത്? അല്ല എന്നിവിടെ പറയുന്നു. തുടർന്ന് മന്ത്രം തുടരുകയാണ്. നാമത്രയ മഹാമന്ത്രം ജപേദ്യ പ്രയതാത്മവാൻ. പ്രയതാത്മവാൻ നേരത്തെ പറഞ്ഞ അതേ അർത്ഥം, പ്രയതമായ ആത്മാവോടുകൂടി. അതായത് മനസ്സ് ശാന്തമായിരിക്കണം, ഇന്ദ്രിയങ്ങൾ അടങ്ങിയിരിക്കണം, അതുപോലെ ഭക്തി ഉണ്ടായിരിക്കണം, നമ്രമായ ഭാവത്തിലായിരിക്കണം. അങ്ങനെ ആര് ഈ നാമത്രയ മഹാമന്ത്രത്തെ ജപിക്കുന്നുവോ അവർക്ക് കാലമൃത്യു ഭയം ചാപി തസ്യ നാസ്തി കിമന്യത.
വിഷരോഗ അഗ്നിജം എന്ന പ്രയോഗത്തിൽ നിന്നും അകാല മൃത്യുവിനെ സൂചിപ്പിച്ചു. ഇനി അത് കഴിഞ്ഞ് പറയുന്നു കാലമൃത്യു ഭയം ചാപി തസ്യ നാസ്തി കിമന്യത. കാലമൃത്യുവിൽ നിന്നുമുള്ള ഭയം തന്നെ പിന്നെ അവന് ഉണ്ടാവുകയില്ല. അകാല മൃത്യു ഭയം മാത്രമല്ല, കാലമൃത്യു ഭയവും അവൻ ഉണ്ടാവുകയില്ല. അപ്പൊ അകാല മൃത്യുവിൽ നിന്നുമുള്ള രക്ഷ അവൻ ഉറപ്പായും ലഭിക്കും. അത് മാത്രമല്ല, കാലമൃത്യുവിൽ നിന്നുള്ള രക്ഷയും ലഭിക്കും. ഇപ്പൊ കാലമൃത്യുവിൽ നിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സമയത്തിന്റെ അവസാനമാണ് കാലമൃത്യു അവിടെ സംഭവിക്കുന്നത്, കാലികമായിട്ട് സംഭവിക്കുന്നത്. അതിൽ നിന്നും നമുക്ക്, ആ ഭയത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആ സമയം അനുവദിച്ച സമയത്ത് ഇല്ലാതെയായാൽ വീണ്ടും ജനിക്കും, വീണ്ടും മരണത്തെ അഭിമുഖീകരിക്കും, ഇങ്ങനെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ മന്ത്രം ജപിച്ചാൽ നമുക്ക് മോക്ഷം സിദ്ധിക്കും. അപ്പൊ പിന്നെ അവസാനം എന്നൊന്നില്ല, പുനർജന്മം എന്നൊന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ അവസാന ഇതിൽ നിന്നുമുള്ള മൃത്യു ഇല്ലാതെയാകും. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് നിത്യവസ്തുവാണെന്ന് അറിയും. കാരണം എൻ്റെ ഹൃദയത്തിൽ സ്പന്ദിക്കുന്ന ശക്തിയാണ് നാരായണൻ, ഹരി, അച്യുതൻ, അനന്തൻ, ഗോവിന്ദൻ എന്നൊക്കെ വിളിക്കുന്നത് അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തെ ഉപാസിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് 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 അദ്ദേഹവും ഞാനും ഒന്നാണെന്നുള്ള ബോധത്തിലേക്ക് എത്തും. അപ്പോൾ ഞാൻ നിത്യനാണെന്നറിയും. ജനനവും മരണവും ഉള്ളത് ശരീരത്തിനാണ്, മനസ്സിനാണ്, ബുദ്ധിക്കാണ്. എനിക്കില്ല, ഞാൻ നിത്യവസ്തു. മരണമേ ഇല്ലാത്ത ഞാൻ ഏത് മരണത്തെ ഭയക്കാനാണ്? അപ്പൊ അതുകൊണ്ട് കാലമൃത്യുവിൽ നിന്നുള്ള ഭയവും ഇല്ലാതെയാകും, പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം ലഭിക്കും. ഇതാണ് ഈ മന്ത്രത്തിന്റെ ശക്തി. അതായത് അകാല മൃത്യു ഭയവും ഇതില്ലാതെയാക്കും, വിഷരോഗാഗ്നിജം അതുപോലെ കാലമൃത്യു ഭയവും ഇതില്ലാതെയാക്കും. കിമന്യത, പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മൃത്യുഭയത്തെ കുറിച്ച് പറയണോ? മൃത്യുഭയം എന്ന് മാത്രമല്ല, മറ്റു ഭയങ്ങൾ, എല്ലാ ഭയങ്ങളെയും ഇതില്ലാതെയാക്കും. കാരണം അകാല മൃത്യുവും കാലമൃത്യുവിൽ നിന്നുമുള്ള ഭയത്തിൽ നിന്നും മോചനം ഈ മന്ത്രം നൽകുമെങ്കിൽ പിന്നെ ഏത് ഭയമാണ് അവശേഷിക്കുന്നത്? ലോകത്തിലുള്ള എല്ലാ ഭയങ്ങളെയും ഇതില്ലാതെയാക്കും. അത്രയും ശക്തിയുള്ള മന്ത്രമാണ് ഇത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ മന്ത്രത്തെ ജപിക്കാൻ. ഭക്ത്യ പ്രയതാത്മവാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏത് ഭാവത്തിൽ വേണമെന്ന് ഓർമ്മിപ്പിക്കാനാണ്. വളരെ പരിശുദ്ധമായ ഭാവത്തോടു കൂടി ഇത് സത്യമാണ് എന്ന ബോധത്തോടു കൂടി ജപിക്കണം. സംശയത്തോടു കൂടി ജപിച്ചാൽ ഒരിക്കലും ഫലം കിട്ടില്ല, ശ്രദ്ധയില്ലാതെ ജപിച്ചാലും ഫലം കിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിന് മുതിരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടുകൂടി, ഭക്തിയോടുകൂടി ജപിക്കണം. ഈ 3 നാമങ്ങളെയും ഓം അച്യുതായ നമഃ, ഓം അനന്തായ നമഃ, ഓം ഗോവിന്ദായ നമഃ. നമുക്ക് ആ ശ്ലോകം ഒന്നും കൂടി കേൾക്കാം. അച്യുതാനന്ത ഗോവിന്ദ ഇതി നാമത്രയം ഹരേ യോ ജപേത് പ്രയതോ ഭക്ത്യാ പ്രണവാദ്യം നമോന്തകം തസ്യ മൃത്യുഭയം നാസ്തി വിഷരോഗാഗ്നിജം മഹത് നാമത്രയ മഹാമന്ത്രം ജപേദ്യഃ പ്രയതാത്മവാൻ കാലമൃത്യുഭയം ചാപി തസ്യ നാസ്തി കിമന്യത. ഇതായിരുന്നു പത്മപുരാണത്തിലുള്ള ശ്ലോകം. വളരെ രഹസ്യമായിട്ടുള്ള 3 നാമങ്ങളിൽ നിന്നും നിർമ്മിച്ചിട്ടുള്ള 3 മന്ത്രങ്ങളെ മഹാമന്ത്രമായിട്ട് നമുക്ക് ഈ ശ്ലോകം പ്രദാനം ചെയ്യുന്നു. ഇത് ഭഗവാൻ നാരായണനുള്ള മന്ത്രമാണ്. ഭഗവാൻ മഹാദേവൻ സ്വയം ജപിച്ചിട്ടുള്ള മന്ത്രമാണ്. വ്യാസരെ ദർശിച്ചുകൊണ്ട് നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള മന്ത്രമാണ് എന്നെല്ലാമുള്ള ബോധത്തിൽ വേണം ജപിക്കാൻ. അത്രയും ബഹുമാനത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ശ്രദ്ധയോടുകൂടി വേണം ജപിക്കാൻ. ആ 3 മന്ത്രങ്ങളെയും ഒന്നുകൂടി ചൊല്ലാം. ഓം അച്യുതായ നമഃ, ഓം അനന്തായ നമഃ, ഓം ഗോവിന്ദായ നമഃ. ഈ 3 മന്ത്രവും നമ്മൾ ദിവസവും ജപിക്കണം. വളരെ ലളിതമായ മന്ത്രമാണ്. ഇത് ജപിക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പിന്നെയും മടിക്കാം. ഇത് ചെയ്യാൻ നമ്മൾ എന്തിനാണ് മടിക്കേണ്ടത്? അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, നമുക്കൊരു മഹാ ഔഷധം ലഭിച്ചു എന്ന ബോധത്തോടു കൂടി ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും ഇതില്ലാതെയാക്കും. കാരണം ആ നാമങ്ങളിൽ നിന്ന് തന്നെ താപത്രയ മോചനം ഉറപ്പിച്ചു. പിന്നെ അകാല മൃത്യുവിൽ നിന്നുമുള്ള ഭയവും അതുപോലെ കാലമൃത്യുവിൽ നിന്നുമുള്ള ഭയവും നമുക്കില്ലാതെയാകും. അപ്പൊ അത്രയും മഹത്തരമായിട്ടുള്ള ഈ മഹാമന്ത്രത്തെ നമ്മൾ തീർച്ചയായും ജപിക്കണം. അപ്പൊ അതിനുള്ള ആ ഒരു ജിജ്ഞാസ, ആ ഒരു വാഞ്ച നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാമന്ത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ മഹാനാരായണമൂർത്തിയുടെ, ആ ശ്രീഹരിയുടെ, ആ അച്യുതനായ അനന്തനായ ഗോവിന്ദനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.